പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതാണ് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി. കാട്ടാന ഇറങ്ങുന്ന മേഖലയാണ് മറ്റേ ഇവിടെ മൂന്നാർ ഭാഗങ്ങളിലൊക്കെയാണ് പരാതികളൊക്കെ. അല്ല, കാട്ടാന ഇറങ്ങുന്ന പ്രശ്നം മത്സ്യത്തൊഴിലാളിയാവല്ലോ പറഞ്ഞത്. അതെ അതെ, അവിടെയുള്ള അതല്ല. അത് ഒന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, കായലിൽ സീപ്ലെയിൻ ഉപയോഗിക്കുന്ന ഘട്ടം വരികയാണെങ്കിൽ ആദ്യം ചർച്ച ചെയ്യുക മത്സ്യത്തൊഴിലാളികളായിട്ടാണ്. ഇവിടെ ഡാമാണ് കേന്ദ്രീകരിക്കുന്നത്. ഡാമുകൾ കേന്ദ്രീകരിച്ച് സീപ്ലെയിൻ ഇറങ്ങുന്നതിന് ആരും എതിരല്ല. ഒരു തരത്തിലും ആർക്കും പ്രയാസം ഉണ്ടാകുന്ന സ്ഥിതിയില്ല. ഇനി ഏതെങ്കിലും ഭാഗത്തുനിന്ന് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുന്ന കാര്യമാണ്. മത്സ്യത്തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വെച്ച ആശങ്ക വളരെ അത് ശരിവെക്കുകയാണ് ഞാൻ. കാരണം അവർ പ്രദാനം ചെയ്യുന്ന തൊഴിലാളി വിഭാഗത്തിന് മത്സ്യബന്ധനത്തിനും മറ്റു പ്രയാസം ഉണ്ടെങ്കിൽ അവരാണല്ലോ പ്രതിഷേധിക്കുകയോ അല്ലെങ്കിൽ അതിൽ ആശങ്ക അറിയിക്കേണ്ടതെന്ന് ചെയ്യേണ്ടത്. ഇപ്പോൾ കായലിനകത്ത് സീപ്ലെയിൻ ഇറക്കുന്ന ഒരു നിലപാടും സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ മത്സ്യബന്ധനത്തിന് ഒരു കുഴപ്പമില്ലാത്ത നിലയിൽ എവിടെയൊക്കെ പറ്റും അത് മത്സ്യത്തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും ചെയ്യുക. ഡാമിൽ സീപ്ലെയിൻ ഉപയോഗിക്കുക, കേരളത്തിൽ ഒരുപാട് ഡാമുണ്ട്. ഡാമിൽ സീപ്ലെയിൻ ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചാൽ വലിയ മാറ്റമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ മലമ്പുഴ ഡാമിൽ അത് വേണമെന്നുള്ള അഭിപ്രായം പാലക്കാട്ട് നിന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുകയാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പിലും അത് ഇടതുപക്ഷത്തിന് വലിയ അനുകൂലമാണ്. മലമ്പുഴ ഡാമിൽ സീപ്ലെയിൻ കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായം അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UDFിൻ്റെ കാലത്ത് സീപ്ലെയിൻ യാഥാർത്ഥ്യമാക്കാൻ പറ്റാത്തതിന് പല കാരണമുണ്ട്. ഒന്ന് ഞാൻ മുമ്പ് പറഞ്ഞു, അത് ചിലർ വേറെ നിലയിലെടുത്ത് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഒരു തരത്തിലുമുള്ള ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾ മാത്രമായിരുന്നു അന്ന് സീപ്ലെയിൻ മുന്നോട്ട് പോകുന്നതിന് പരാജയമായത് അല്ല. അതിൽ പാലിക്കേണ്ട പല കാര്യങ്ങളും പാലിക്കാതെ സ്റ്റെപ്പുകൾ എടുക്കാതെയാണ് മുന്നോട്ട് പോയത്. അതിൻ്റെ എല്ലാ വിശദവിവരത്തിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. എന്നാൽ ഇവിടെ ഞങ്ങൾ ഇതൊരു ഫസ്റ്റ് ഫേസ്. ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഒരുപാട് ദൂരം സഞ്ചരിച്ചാലേ ഈ പദ്ധതി യാഥാർത്ഥ്യമാവുള്ളൂ. അതിന് എന്തൊക്കെയാണോ ചെയ്യാനാവുക അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തും. ഇത് ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളൊന്നും ഒരു തരത്തിലും പ്രയാസപ്പെടേണ്ട പ്രശ്നം ഇതിൽ വരുന്നില്ല. അല്ല, അത് തീർച്ചയായിട്ടും ഇത് മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള വകുപ്പാണ്. അത് മുഖ്യമന്ത്രി തലത്തിൽ തന്നെ അത്തരം കാര്യങ്ങളിൽ ഡിസ്കഷൻ നടക്കും.